അയ്യോ, 4 മണിയോ? അല്ല, ഇതാരാ എന്നെ പുതപ്പിച്ചേ? അവരാരും ഇതുവരെ എഴുന്നേറ്റില്ലേ? ശാലിനി, ശാലിനി. എന്താ? അല്ല, കുട്ടികൾക്ക് ടൂർ പോകണ്ടല്ലേ? 5 മണിക്ക് സ്കൂളിലെത്തണം. സമയം എന്തായി? മണി 4 ഷോ, സത്യേ എഴുന്നേക്ക്. പപ്പി എഴുന്നേറ്റ്. ആദ്യം പപ്പിയെ വിളിച്ചോണത്തമ്മേ. മോൾ ആദ്യം പോയി റെഡിയാവ്, പിന്നെ പപ്പിയെ വിളിക്കാം. അതെ, പോകുന്ന വഴിക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് വഴിപാടിനുള്ള ആൾരൂപം വാങ്ങിക്കണം. അതൊക്കെ നമുക്ക് പോകുന്ന വഴി മേടിക്കാം. ശാലിനി വേഗം റെഡിയാ നോക്കിയേ. ആ സത്യേ, എണീറ്റ് വാ മോളെ, വാ. പപ്പി എഴുന്നേറ്റ് വാ. ദേ, ഈ സ്വെറ്ററും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആ ദേ, ഇതും കൂടി വെച്ചേക്കണേ. പനിയോ മറ്റു ക്ഷീണോ ഒക്കെ തോന്നിയാ ടീച്ചറോട് പറഞ്ഞ് ഈ സിറപ്പ് എടുത്ത് തരാൻ പറയണം, കേട്ടല്ലോ? ദാ ഫ്രണ്ടില് ഇവിടെയാ വെക്കുന്നെ, മറക്കല്ലേ. ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോന്ന് ഓർത്തു നോക്കിയേ. എന്തൊക്കെ എടുത്തു വെച്ചാലും ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറന്നുപോകും. അതാ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നേ. ആ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ അതെ, ഒറ്റയ്ക്ക് ഒരിടത്തും പോവരുത്. ടീച്ചർമാർക്കൊപ്പം നിൽക്കണം. അവര് പറയുന്നത് കേൾക്കുകയും വേണം, കേട്ടല്ലോ? ശിവ, റെഡി ആവുന്നില്ലേ? നിങ്ങൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ദാ ഇപ്പൊ സെറ്റായി വന്നോളാം. ശാലിനി കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുത്തേ. അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം. ശിവ റെഡി ആയിട്ട് വാ, സമയം പോന്നു. ആ ശരി, ദേ 5 മിനിറ്റ് ഞാൻ ദാ കുളിച്ചിട്ട് ഇപ്പൊ വരാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. എന്ത്? പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചിപ്സും ബിസ്ക്കറ്റുകളും വാങ്ങിച്ചത് ബാഗിലേക്ക് എടുത്തൊന്ന് വെച്ചേക്കണേ. ആ, അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. ശിവൻ ചെല്ല്, റെഡിയാവ്. അങ്കിളെ പെട്ടെന്ന് വരണേ. പോകുന്ന വഴിക്ക് അച്ചാച്ചൻ്റെ അടുത്ത് കേറാനുള്ളതാ. ദേ പോയി, ദാ ഞാൻ വന്നു, കേട്ടോ? അച്ഛൻ ഉറക്കം ഉളച്ച് കാത്തിരിപ്പുണ്ടാവും.